നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഞാൻ മര്യാദക്ക് കോണ്ടന്റ് ക്രിയേഷൻ ജേർണി തുടങ്ങിയിട്ട് ഒരു 4-5 മാസേ ആയുള്ളൂ. ആൻഡ് അതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും ആൻഡ് മേ ബി നിങ്ങൾക്ക് ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് എടുക്കാം. എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റർ ആവേണ്ട ഒരു ടൈമിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാല് ഈ കല്ല് തലേ പോയി വീഴുന്ന ആള് ഒന്നിക്കലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ബട്ട് ആരും അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ റെഡിയല്ല. ഇത് ആരെയും ആലോചിച്ചിട്ട് നിങ്ങൾ പേടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 5 പ്രാവശ്യം ഭയങ്കര ഒരു ചടപ്പൊക്കെ തോന്നും, ക്രിഞ്ച് അടിക്കും. നിങ്ങളെ വീഡിയോ കാണുന്നവർക്ക് ഇത് തന്നെയായിരിക്കും. ആദ്യത്തെ 5 പ്രാവശ്യം ക്രിഞ്ച് അടിക്കും, 6ാമത്തെ പ്രാവശ്യം അവരേക്ക് എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്ക് തോന്നും നമ്മൾ എന്തെങ്കിലും കാണിക്കട്ടെ. ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ലൈക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായി പോകാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക്. ബാക്കി എല്ലാ ബിസിനസിനെയും പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മുതൽ മുടക്കുണ്ട്. ഇത് കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഏത് അണ്ടനും അടകോടനും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് കോണ്ടന്റ് ക്രിയേഷൻ. ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ്. നോ, ദെർ ആർ സോ മെനി തിങ്സ്. നമ്മളുടെ നീഷ് കണ്ടുപിടിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ലതായിരിക്കുക, യുണീക്ക് ആയിട്ട് ഒരു സാധനം ഉണ്ടാവുക, ഇതെല്ലാം വഴിയേ വരുന്ന. നിങ്ങൾക്കൊരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് ഫോളോവേഴ്സ് ആവുന്നവരെ ജെന്യൂൻലി ആരും കെയർ ചെയ്യുന്നില്ല എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന്. സോ ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ്. വാട്ട് എവർ യു ഹാവ്, വാട്ട് എവർ യു ആർ ഗുഡ് അറ്റ്, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. നമ്മൾ ഒന്നും തുടങ്ങാതെ ഒന്നും ട്രൈ ചെയ്യാതെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതായിരിക്കും ചുമ്മാ പോയി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ആൻഡ് മേ ബി ആർക്കറിയാം, മേ ബി 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഒരു 20K അല്ലെങ്കിൽ 30K ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ലെറ്റ്സ് സീ നാ. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്ത് ആൾക്കാർ വിചാരിക്കുന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റീലിന് മുന്നേ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കണ്ട റീല് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് ഇപ്പൊ? ആൻഡ് പ്രിറ്റി ഷുവർ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിക്കല്ല ഏത് റീലാ ഞാൻ കണ്ടത്. ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും. നിങ്ങളുടെ റീലും കണ്ട് ക്രിഞ്ച് അടിച്ചിട്ട് അടുത്ത 2 റീൽ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവർ മറന്നു പോകും നിങ്ങൾ എന്ത് തേങ്ങ ചെയ്തത്. ജസ്റ്റ് ഗോ ആൻഡ് ഡു വാട്ട് എവർ യു വാണ്ട്. Just try once. Properly try once. Yeah.